ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉച്ചയ്ക്ക് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കലത്തെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈയോടെ തന്നെ മടക്കി വെക്കുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ ഞാനത് മടക്കി വെക്കാനായിട്ട് എപ്പോഴും നോക്കാറുണ്ട് കേട്ടോ. പിന്നെ തീരെ വൈകി മാത്രം അങ്ങനെ ഇട്ടേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രമൊന്നും കഴുകിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് കരുതി. അപ്പം ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ്. രാവിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ലഞ്ച് കഴിച്ചതിന് ശേഷമുള്ള പാത്രങ്ങൾ ഒരു 2-2:30 ആവുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരുപാട് നേരം നമുക്കിങ്ങനെ കിച്ചണിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പോൾ മഴയൊന്നും കിട്ടുന്നില്ല. ചെന്നൈയിൽ അത്യാവശ്യം നല്ല ചൂടാണിപ്പോൾ. പിന്നെ ഇപ്പോൾ ആമിക്കാണെങ്കിൽ സ്കൂൾ ബസ് വരുന്നത് വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അധികം സമയമുണ്ട്. മുന്നേ ആണെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നേരത്തെ എത്തുമായിരുന്നു കേട്ടോ. 3:45 അവർക്ക് സ്കൂൾ വിടുന്നത്. അപ്പോൾ ഒരു 3:50-4 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൾ വീട്ടിലെത്തുമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ ആയിരിക്കും ഞാൻ കിച്ചണിലേക്ക് കയറുന്നതൊക്കെ. ഇപ്പം അങ്ങനെയല്ല, കുറച്ച് ലേറ്റായിട്ട് കയറിയാലും മതി. ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കണം. അവൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്കൂൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്നാണ് ഞാൻ പഴയതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി നമ്മുടെ സിങ്കൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ഔട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും സിങ്കിൻ്റെ സൈഡും അകമൊക്കെ ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സിങ്കിൽ എപ്പോഴും ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ പാറ്റയും പല്ലിയൊക്കെ കയറി ഇങ്ങനെ ശല്യം ചെയ്യും. അപ്പോൾ എപ്പോഴും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി വെച്ചേക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പൊതുവേ എല്ലാവരും പറയുന്നത് രാവിലെകളിലാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്നൊക്കെ അല്ലേ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് വൈകുന്നേരങ്ങളിലും പ്രൊഡക്റ്റീവ് ആവാനും കൂടുതൽ നമുക്ക് ആക്റ്റീവായിട്ട് ജോലികൾ ചെയ്യാനും പറ്റും കേട്ടോ. എൻ്റെ ഒരു കേസാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന കുറച്ച് വീഡിയോസ് റീസെൻ്റായിട്ട് ചെയ്തല്ലോ. അപ്പോൾ ഷബാനയാണ് കമൻറ്റ് ഇട്ടിരുന്നത്, പുള്ളിക്കാരി ഒരു നൈറ്റ് പേഴ്സൺ ആണെന്നുള്ളത്. അപ്പോൾ എനിക്കത് വായിച്ചപ്പോഴേക്കും എന്നെ തന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത്. ഞാനും ഒരു നൈറ്റ് പേഴ്സൺ ആണ്. അപ്പം ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ വന്നിട്ട് ബുക്ക് വായിക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് ദിവസമായി ഈ ബുക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിങ്ക് ബിഗ് എന്ന് പറയുന്നുള്ള ഈ ഒരു ബുക്ക്, ഇത് നല്ല ബുക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. ഒരുപാട് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന നല്ലൊരു ബുക്കാണ്. കുറേ നല്ല അറിവുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ യൂഹി ഒക്കാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും വലുതായി ചിന്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെ എഴുതിയിരിക്കുന്നൊരു ബുക്കാണ് കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ട്രെയിനിലിരുന്നാണ് വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ പോയി യാത്രയിലൊക്കെ ആയതുകൊണ്ട് വായിക്കാൻ പറ്റാതെ ആയിട്ട് പിന്നെ ഇപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും അത് ബാലൻസ് വായിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അറ്റോമിക് ഹാബിറ്റ്സിൻ്റെതും വായിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കാണ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും മാറിയും തിരിഞ്ഞ് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. വായിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ ബുക്ക് മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് കേട്ടോ. നമുക്ക് കുറേ അധികം അറിവ് കിട്ടുന്നൊരു ബുക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2-3 പേജാണ് കേട്ടോ വായിക്കുന്നത്. ഒരുപാടൊന്നും വായിക്കാനുള്ള സമയം കിട്ടാറില്ല. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ രാവിലെ തന്നെ ഇഡ്ഡലിക്കുള്ള ഉഴുന്നും അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഗ്രൈൻഡറിൽ അരച്ചെടുക്കാമെന്ന്. സാധാരണ എപ്പോഴും മിക്സിയിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ മിക്സി ആണെങ്കിൽ കുറച്ചൊന്ന് അരവ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബ്ലേഡിന് പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രീതിയുടെ മിക്സിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രീതി ക്രൗൺ ആണ്. അപ്പോൾ അത് കുറേ ആയി മേടിച്ചിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ അധികം യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം അതിൻ്റെ ബ്ലേഡൊക്കെ തേഞ്ഞു തുടങ്ങിയതുകൊണ്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഗ്രൈൻഡർ ഷെൽഫിൽ നിന്ന് എടുത്തത്. അപ്പോൾ കുറേ കാലമായി ഈ ഗ്രൈൻഡർ എടുത്തിട്ട്. ശരിക്കും എനിക്കിതെടുത്ത് പൊക്കാനുള്ള വെയിറ്റ് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാനെടുത്ത് ഷെൽഫിനുള്ളിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴേക്കൊണ്ട് പാറ്റയൊക്കെ മുട്ടയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രൈൻഡറിൻ്റെ ആ ഒരു അകത്തുണ്ടല്ലോ മാവ് അരച്ചെടുക്കുന്ന ആ പാത്രവും ഫുള്ളായിട്ട് നിറച്ചും ചെലന്തി
ചമ്മന്തി വല കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നോക്കുന്നത് ഇത് വർക്ക് ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ പ്ലഗ് പിന്നിലൊന്ന് കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തപ്പോഴേക്കും വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ കുറേ തവണ വെള്ളത്തിൽ കഴുകിയായിരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് ഗ്രൈൻഡറിൽ അരയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഇത് ഗ്രൈൻഡറിൽ നിന്ന് ഇങ്ങനെ മാവ് കോരി ഇങ്ങനെ എടുക്കുന്ന ഒരു സമയത്ത് ഭയങ്കര വെയിറ്റ് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീരെയും ഈ ഗ്രൈൻഡർ യൂസ് ചെയ്യാത്തത്. കുറേ നാളായിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7-8 മാസത്തിന് പുറത്തായി ഇത് എടുത്തിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ എന്തായാലും ഗ്രൈൻഡർ വെച്ചിട്ട് തന്നെ മാവ് അരയ്ക്കാമെന്ന് കരുതി. പിന്നെ ഗ്രൈൻഡറിൽ മാവ് അരയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, മിക്സിയിൽ അരയ്ക്കുന്നേക്കാളും കുറച്ചും കൂടി നല്ല മാവിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കിട്ടും. നല്ല പൊലിപ്പായിട്ട് മാവ് പൊങ്ങി വരികയും ചെയ്യും. നല്ല ഒരു കുറച്ചും കൂടി മിക്സിയിൽ അരയ്ക്കുന്നേക്കാളും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എടുത്ത് യൂസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് എടുത്ത് അകത്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഷെൽഫിനുള്ളിൽ നല്ലപോലെ അഴുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഗ്രൈൻഡർ എടുത്ത സ്ഥിതിക്ക് അതിനുള്ളിലും കൂടി ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് നോക്കിയപ്പോഴത്തേക്കൊണ്ട് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ പഴയ അരിയും ഈ നമുക്കിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയും ചാക്കരിയൊക്കെ ഞാൻ ഇതിനുള്ളിലാണ് വെച്ചിരുന്നത്. അപ്പം ഞാൻ ശരിക്കും ഈ ഏറ്റവും അടിത്തട്ടിലെ റാക്ക് ഇങ്ങനെ തുറക്കാറില്ല. അപ്പോൾ നോക്കിയപ്പോഴേക്കും കുറേ വർഷമായിട്ടുള്ള അരിയൊക്കെ പൂത്തിരിക്കുവാണ്. പിന്നെ പച്ചരി നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തൊന്ന് വെളിയിലൊക്കെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഞാൻ ഓർത്ത് എന്തായാലും ഈ ഒരു ഷെൽഫ് ഉണ്ടല്ലോ ഈ ചെറുത്, അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ കവറുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം തന്നെ ആയിരിക്കും അല്ലേ ഇത്. കുറേ അധികം കവറുകൾ നമ്മളിങ്ങനെ ശേഖരിച്ച് വെച്ചേക്കും അല്ലേ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് 1-2 കവറ് മാത്രമായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഓർത്തു ഇതിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് ആ ഷെൽഫിനുള്ളിലേക്ക് വെച്ചിട്ട് ആ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് റാക്കിനകത്തേക്ക് നമ്മുടെ ഗ്രോസറീസൊക്കെ തീർന്നു പോകുന്നത് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് കേട്ടോ. അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ കാണും, പരിപ്പും പയറും അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സിപ്ലോക്ക് കവർ പോലെ ആക്കിയിട്ട് അതിനകത്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ കൈയോടെ തന്നെ ആ സൈഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അവിടെയാണ് ഗ്യാസിൻ്റെ സിലിണ്ടറും വെക്കുന്നത്. അപ്പോൾ അതേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലേ, ഒരുപാട് ഡസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. പിന്നെ പൊതുവിൽ എല്ലാവരും രാവിലെയാണല്ലോ കൂടുതലും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ വൈകുന്നേരങ്ങളിലും കൂടി കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം വൈകുന്നേരം ഈ ഒരു 2-3 മണിക്ക് ശേഷം ആ ഒരു ടൈം തൊട്ട് നമ്മൾ ജോലികൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും രാത്രി ആവുന്നവരേക്കും നല്ലൊരു സ്പീഡാണ്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു വൈകുന്നേര സമയത്ത് ചടഞ്ഞ് കൂടി എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ രാത്രി ഒരു പണിയും എടുക്കാനായിട്ട് തോന്നത്തില്ല കേട്ടോ. ചിലപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേയിലത്തേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ കാണും. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാൻ കാണും. ഇതുപോലെ മാവ് അരയ്ക്കാനൊക്കെ കാണും കേട്ടോ. അത് ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു പണിയും ചെയ്യാൻ തോന്നത്തില്ല. പിന്നെ ഹസ്ബൻഡിന് ഓഫീസുള്ള ദിവസമാണെങ്കിൽ ചപ്പാത്തിയൊക്കെ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ വീക്ക് ഹസ്ബൻഡിന് ഓഫീസിൽ പോവണ്ട, വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, അതൊക്കെ രാത്രിയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന് ഓഫീസുള്ള ദിവസങ്ങളിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുമെന്ന്. പിന്നെ നൈറ്റ് എനിക്ക് പ്രത്യേകിച്ച് കിച്ചണിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കയറേണ്ട ഒരു ആവശ്യവും വരാറില്ല. ഇതിനിടയിൽ തന്നെ ഞാൻ പച്ചരിയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഉഴുന്നാണ് അരച്ചത്. ഉഴുന്നൊന്ന് ഏകദേശം അരവായി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചരിയും ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അളവൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. പിന്നെ വൈകുന്നേരം ആമി സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു. അപ്പോൾ 4:45 ആകുമ്പോഴേക്കും അവളെത്തും. 5 മണിയോടടുപ്പിച്ചെത്തും. അതിന് മുന്നേ തന്നെ അവൾക്കുള്ള സ്നാക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ഇതുപോലെ നേന്ത്രപ്പഴം മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ഇതുവരെയും അത് കഴിച്ചതുമില്ല, അത്യാവശ്യം പഴുത്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് പഴംപൊരി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി. പഴം അല്ലാതെ കഴിക്കുന്നേക്കാളും ഇങ്ങനെ പഴംപൊരി ആയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. ഹസ്ബൻഡിനും എനിക്കും ആമിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് മൈദാമാവിൽ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെറുതെ മാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മാവ് നല്ല കട്ടിയായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ആരെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളേ. എന്നിട്ട് മാവ് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കട്ടിക്ക് ഒന്ന്
മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏത്തപ്പഴം ഇതുപോലെ ഞാൻ എപ്പോഴും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോഴേക്കും എണ്ണ അധികം ആവത്തുമില്ല. മാത്രമല്ല എൻ്റെ അടുത്തുള്ള ചെറിയ ചീനച്ചട്ടിയിലാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി. ഇതാകുമ്പോഴേക്കും മോൾക്കും കഴിക്കാനും ഒക്കെ കുറച്ചൊന്ന് ഈസി ആയിരിക്കും. അപ്പോൾ അവൾക്കിങ്ങനെ സർപ്രൈസായിട്ട് ഞാനിത് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ അവൾ വരുമ്പോഴേക്കും നല്ല ഹാപ്പി ആയിരിക്കും. സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഈവനിങ് സ്നാക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്രെഡിൽ ചെയ്യുന്നൊരു മസാല, അതായത് എഗ്ഗ് ബ്രെഡ് പൊടിമാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിൽ പലരും ചെയ്തിട്ടുള്ളതായിരിക്കാം. ബാലൻസ് വരുന്ന ബ്രെഡ് ഇങ്ങനെ നമ്മൾ കഴിക്കാതെ എടുത്ത് വെച്ചേക്കുമല്ലോ, അതായത് എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു രീതിയിലൊന്ന് പൊടിമാസ് പോലെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. സോസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ ആമിക്ക് ഞാനത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ, മുന്നെയൊക്കെ പണ്ട് ആമി ചെറുതായിരുന്നപ്പോൾ. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനൊന്ന് പൊടി തട്ടി എടുത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ആ ഷോർട്സ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി, അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ആമി ഇങ്ങനെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പുറകെ നടന്ന വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ. ഞാനും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അവളോട് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെയാണ്. LKG UKG ആയിരുന്ന സമയത്തെ, അവളെ സ്കൂളിൽ ചേർത്ത സമയം തൊട്ടേ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വിശേഷങ്ങളും ചോദിക്കും അവളോട്. എത്ര പണിത്തിരക്കാണെങ്കിലും ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് വിശേഷങ്ങൾ വന്ന് പറയാനായിട്ട്. അന്നത്തെ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം വന്ന് പറയും കേട്ടോ. രാവിലെ സ്കൂളിൽ പോയത് തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ. ഈ കാര്യം പറച്ചിൽ ഒരിക്കലും തീരത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. അതായത് വൈകുന്നേരം പഠിക്കാനിരിക്കുമ്പോഴും ഒക്കെ വിശേഷം പറച്ചിലാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളും കുട്ടികളെ കേൾക്കാനായിട്ട് തയ്യാറാവുക. കുഞ്ഞിലെ തൊട്ടേ നമ്മൾ കുട്ടികളിൽ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുക കേട്ടോ. അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ അവർക്ക് എല്ലാം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്നും അവർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ കൂടെ കാണുമെന്നൊക്കെ അവർക്കും ഒരു കോൺഫിഡൻസ് വരും. കുഞ്ഞു മക്കളാണെന്ന് കരുതി അവരെന്തെങ്കിലും പറയാൻ വരുമ്പോൾ നമ്മൾ ചെവി കൊടുക്കാതെ നമ്മൾ ഫോണൊക്കെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ ഒന്നും ഇരിക്കാനായിട്ട് പാടില്ല കേട്ടോ. നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് ദിവസവും സ്പെൻഡ് ചെയ്യുക. ഞാൻ പിന്നെ എപ്പോഴും ആമിയുടെ കൂടെ ഇങ്ങനെ പുറകെ നടന്ന് ഓരോന്ന് ഇങ്ങനെ ചോദിക്കും. അവളും ഇങ്ങോട്ട് പറയും കേട്ടോ. എനിക്ക് ചോദിക്കേണ്ടി വരത്തില്ല. മെയിനായിട്ട് അവൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനത്തെ അവൾ വന്ന ഉടനെ തന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവൾ വരുന്നതിന് മുന്നേ എല്ലാം ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ക്ലീനിങ്ങിന് പോയ കാരണം കൊണ്ടാണ് കേട്ടോ ലേറ്റായി പോയത്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വന്ന ഉടനെ തന്നെ അവൾ ആദ്യം കുളിക്കും കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് തലയ്ക്ക് എണ്ണയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും, തലയൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവൾ പോയി കുളിച്ചിട്ട് വരുന്നതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ ഈവനിങ് സ്നാക്കിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ചായയൊക്കെ ഇട്ട് വെക്കും, കട്ടനൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മാവ് അരയ്ക്കാനുള്ള കാരണം കൊണ്ട് മാവൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. മാവ് എടുത്ത് കഴിഞ്ഞിട്ട് കല്ല് ഇങ്ങനെ കഴുകി എടുക്കുന്നില്ല, അതൊരു ഭയങ്കര തലവേദന പിടിച്ചൊരു ജോലിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഇതിനിടയിൽ തന്നെ ആമി ഇതേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആമിയോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി കുളി കഴിഞ്ഞിട്ട് വന്നിട്ടേ ബാക്കി പരിപാടികൾക്ക് നിൽക്കാവൂന്ന്. അപ്പോൾ അവൾ അതുപോലെ തന്നെ കേൾക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അവളുടെ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ അവളെ കൊണ്ടാണ് ഞാൻ കഴുകിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വർഷം പകുതിയൊക്കെ ആയ സമയം തൊട്ടേ അവളെ കൊണ്ടിത് ചെയ്യിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് മറന്നൊക്കെ പോയി. പിന്നെ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇത്രയും നീറ്റായിട്ടൊന്നും കഴുകാനൊന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നല്ല ഭംഗിയായിട്ട് കഴുകി വെക്കും. എനിക്ക് തോന്നുന്നു ഞാൻ കഴുകുന്നേക്കാളും വൃത്തിയായിട്ട് കഴുകും കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം വേസ്റ്റ് ബോക്സിൽ തട്ടണം, അത് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം മാത്രമേ സോപ്പിട്ട് കഴുകാവൂ എന്ന്. അപ്പം ഞാനൊരു സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അവൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുകയും വേണം കേട്ടോ, മക്കളെ കൊണ്ട്. ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ഇപ്പം എനിക്ക് മോളായതുകൊണ്ടെന്നല്ല, എനിക്കിപ്പോൾ ഒരു മകനായിരുന്നെങ്കിലും ഞാനിത് ഉറപ്പായിട്ടും ചെയ്യിക്കുമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കും മോനാണോ മോളാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിക്കുക തന്നെ വേണം. അതിലിപ്പോൾ ആൺപെൺ വ്യത്യാസത്തിൻ്റെ കാര്യമില്ല. ഇതൊക്കെ ഭാവിയിലേക്ക് അവരെ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് അവരെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ചെറുതിലെ മുതലേ ചില ശീലങ്ങൾ നമ്മൾ
നമ്മൾ അമ്മമാർ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോഴും വലുതായിട്ടും പല ആൺമക്കളും ഒന്ന് ഭാര്യയെ അടുക്കളയിൽ സഹായിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കാതെ ഇരിക്കുന്ന ഒരുപാട് ആൺമക്കളുണ്ടല്ലേ. അതായത് തീന്മേശയിൽ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആൺമക്കളുണ്ട്. അങ്ങനെയൊന്നും മക്കളെ ഇപ്പോഴേ നമ്മൾ ട്രെയിൻ ചെയ്യിക്കാതെ ഒരു കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്യൂച്ചറിൽ ഒന്നും തന്നെ ചെയ്യത്തില്ല. കല്യാണം കഴിക്കുന്ന ഭാര്യയ്ക്കാണെങ്കിലും കൂടെ താമസിക്കുന്ന അമ്മയ്ക്കാണെങ്കിലും ഒന്നും നമുക്കൊന്ന് വയ്യാതെ കിടന്നാൽ പോലും അവരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. ഇന്നത്തെ തലമുറയിലെ എല്ലാ ആൺകുട്ടികളും എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 90% ആൺകുട്ടികളും എല്ലാ കാര്യങ്ങളും പെൺകുട്ടികളെ പോലെ തന്നെ ചെയ്യുന്നവരാണ്. അങ്ങനെ അടുക്കളപ്പണി ചെയ്യാനായിട്ട് പെൺകുട്ടികൾ മാത്രം ചെയ്യണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. ആണായാലും പെണ്ണായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. പക്ഷേ പുള്ളി അത്യാവശ്യം കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കര ആധികാരികമായിട്ട് അറിയില്ലെങ്കിലും കുക്കിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ പലപ്പോഴും എനിക്ക് സമയം കിട്ടാറില്ല. പെട്ടെന്നുള്ള തിരക്കിനിടയിൽ ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് എപ്പോഴും പറയാറുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന്. പക്ഷേ പുള്ളിയിൽ കണ്ട ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് സഹായിക്കാറുണ്ട് കേട്ടോ. അതായത് ഉള്ളി പൊളിക്കാനോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചെറിയ സഹായം എന്നല്ലാതെ വലിയ സഹായം തന്നെയാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വീട്ടിൽ കുക്കിംഗ് ചെയ്യുമ്പോഴേക്കും മറ്റുള്ള കാര്യങ്ങൾ ഒരാളെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരാനുണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും അല്ലേ. അപ്പോൾ ഹസ്ബൻഡ് ചെയ്യുന്നത് കണ്ടിട്ടാണ് എൻ്റെ ആമയും എന്നോടൊപ്പം കൂടി എനിക്ക് സഹായിച്ച് തരാറുള്ളത്. ഇവിടെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡിൻ്റെ അനിയനാണെങ്കിലും ഹസ്ബൻഡിൻ്റെ അച്ഛനും അതുപോലെയാണ് കേട്ടോ. കിച്ചണിൽ കയറിയിട്ട് അവരൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന് ആ ഒരു ശീലം സ്വഭാവം കിട്ടിയത് ഒരു പക്ഷേ അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നോ ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ എന്ന്. അതുപോലെ തന്നെ നമുക്ക് തീരെ വയ്യാതിരിക്കുന്ന സമയത്ത്, ഒട്ടും വയ്യാതിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് തരും. ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി തിരക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ പുറത്തുനിന്ന് മേടിച്ച് തരും കേട്ടോ. അതിപ്പോൾ വയ്യായിക ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് അങ്ങനെ മേടിച്ച് തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ചായയൊക്കെ കുടിച്ച് ഇതിൻ്റെ തന്നെ ആമയ്ക്ക് കുറച്ച് നേരം കാർട്ടൂൺ കാണാനുള്ള സമയമാണ്. അപ്പോൾ ഒരു 6-6:30 വരെയൊക്കെ അവളെ കാർട്ടൂൺ കാണിക്കും, കണ്ടോളാൻ പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഞങ്ങളുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ആമിയെ ഞാൻ ഹോംവർക്ക് എഴുതിപ്പിക്കാനും നെക്സ്റ്റ് ഡേയിലത്തേക്കുള്ള പഠിപ്പിക്കാനും ഒക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇനി കുറേ നേരത്തേക്ക് എനിക്കിതായിരിക്കും ജോലി. അപ്പോൾ ഒരു ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം എടുക്കും കേട്ടോ. കുറേ ഹോംവർക്കൊക്കെ എഴുതാനൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും, പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അവൾ സ്വയം പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അവൾ അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കും. അപ്പോൾ ഇന്ന് കുറേ ജോലികൾ അധികം ചെയ്തത് കൊണ്ട് തന്നെ ഹസ്ബൻഡ് വൈകുന്നേരം ആയപ്പോഴേക്കും എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന് ഭക്ഷണം. അപ്പോൾ നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ അണ്ണാനഗറിലുള്ള റീനാപ്പോൾ കിച്ചണിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. പൊതിച്ചോറാണ് മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ അത് മേടിച്ച് കഴിച്ചു. അപ്പോൾ ഇന്ന് നൈറ്റ് ഡിന്നർ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി എനിക്ക് ഒഴിവായി കിട്ടി. ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ നൈറ്റ് ഡിന്നറിന് പുറത്തുനിന്നാണ് മേടിക്കുന്നത്. ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.